ഞാൻ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഷാളൊക്കെ കണ്ണീരോണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത ഒരു സിനിമയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഗേ ആയിട്ടുള്ള ഒരാള് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ലാസ്റ്റ് നാട്ടുകാരെല്ലാവരും ചേർന്ന് അവനോട് ചെയ്ത ആ ഒരു ക്രൂരത, എന്തായാലും നിങ്ങൾക്കും അത് ഇമോഷണലി ടച്ച് ആവും എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യുക. പിന്നെ ഉറപ്പായി ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഷുവർ ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് കാണാനായിട്ട് നോക്കാം. അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോവാം. ഇവനാണ് സത്താർ, നമ്മുടെ കഥയിലെ ഹീറോന്നും ഹീറോയിന്നും പറയാം. സത്താറിനെ ജനിച്ചപ്പോ മുതലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ ആണാണെങ്കിലും പെണ്ണുങ്ങളുടെ പോലത്തെ സ്വഭാവമാണ്, ഐ മീൻ ഗേ ആണ്. പെണ്ണുങ്ങളൊക്കെ റേഷൻ കട തുറക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാണും കൂടി ഉണ്ടായിരുന്നു, അവനാണ് നമ്മുടെ സത്താർ. അവനിപ്പോ മുറുക്കാനൊക്കെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അവന്റെ ചുണ്ട് പച്ചമുളക് പോലെ നല്ല ചോന്നിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അവന്റെ ബ്യൂട്ടിയിൽ അവൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. റേഷൻ കട തുറന്നതും ബാക്കിയുള്ള പെണ്ണുങ്ങളെ എല്ലാവരും തട്ടി മാറ്റിക്കൊണ്ട് അവനാന്ന് വെച്ചാൽ അവിടെ ക്യൂവിൽ വന്ന് നിൽക്കാണ്. അവന്റെ കയ്യിൽ ഒരുപാട് കാർഡും ഉണ്ടായിരുന്നു. അവന്റെ ജീവിത വരുമാനം അതാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ കാർഡൊക്കെ വാങ്ങി റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി അവർക്ക് കൊടുക്കും. അപ്പൊ അവരിവനക്ക് പോക്കറ്റ് മണി ആയിട്ട് കുറച്ച് പൈസ കൊടുക്കും. അതുകൊണ്ടാണ് അവനിങ്ങനെ ജീവിച്ച് വരുന്നത്. ഇപ്പൊ അവനക്ക് ചെറുപ്പം മുതൽ ശരവണൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ തങ്കത്തിന്റെ അങ്കിളാണ് ഇപ്പൊ ആ ഒരു റേഷൻ കടയിൽ ഇരിക്കുന്നത്. സത്താറും പോയിട്ട് അവനെ മാമാന്ന് വിളിച്ചതും ആ ഒരു കടക്കാരനെ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവനാന്ന് വെച്ചാൽ ഇവനെ തള്ളിയിട്ടോണ്ട് ക്യൂവിന്റെ ബാക്കിൽ പോയി നിൽക്കാനായിട്ട് പറയാണ്. അവനും ക്യൂവിന്റെ ബാക്കിൽ പോയി നിൽക്കുന്നുണ്ട്. എല്ലാവരും അവനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യാണ്. ഒരു അറപ്പോടും വെറുപ്പോടും കൂടിയാണ് അവനെ കാണുന്നത്. ഈ ഒരു സമയത്താണ് സത്താർ അറിയുന്നത് അവന്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള ശരവണൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയേക്കായിരുന്നു. അവൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് ലീവിന്. തങ്കത്തിനെ കാണാൻ വേണ്ടി തങ്കത്തിന്റെ അച്ഛന്റെ കടയിലേക്ക് അവൻ ഓടി പോകുന്നുണ്ട്. അവിടെ തങ്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കാണാൻ വേണ്ടി ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ ക്യൂ ആയിരുന്നു. കാരണം ആ നാട്ടിലെ ഏറ്റവും സുന്ദരൻ തങ്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പഠിച്ച പയ്യനും അവൻ തന്നെയായിരുന്നു. നമ്മുടെ സത്താറിനും തങ്കത്തിനും ഒരു നോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ക്യൂ നിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും സത്താർ ഓടിച്ചു കളയുന്നുണ്ട്. എന്റെ തങ്കത്തിനെ കണ്ണിടാനായിട്ട് എന്ന് അവൻ പറയാണ്. ആ ഒരു നാട്ടില് സത്താറിനോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഒരാളുണ്ടെങ്കിൽ അത് തങ്കം മാത്രമായിരുന്നു. പക്ഷെ തങ്കം സത്താറിനോട് സംസാരിക്കുന്നത് അവന്റെ അച്ഛന് വലിയ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്കത്തിന് ചീത്ത പറയുന്നുണ്ട്. അപ്പൊ വഴിയിലൂടെ പോകുന്ന സത്താറിനെ കുറച്ച് പേര് ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ ടൈം തങ്കം വന്നിട്ടാണ് അവനെ രക്ഷിക്കുന്നത്. ആ ടൈമിൽ അവര് പറയുന്നുണ്ട്, ഓ സത്താറിന്റെ ഭർത്താവ് വന്നല്ലോ അവനെ രക്ഷിക്കാനായിട്ടെന്ന്. എല്ലാവരും ഇവരെ രണ്ടുപേരെയും നല്ല രീതിയിലൊന്നല്ല പറയുന്നത്. ഇപ്പൊ തങ്കത്തിന്റെ അച്ഛൻ വന്നിട്ട് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവനായിട്ട് കൂട്ടുകൂടരുതെന്ന്, പോടുന്നെന്ന് പറഞ്ഞിട്ട് സത്താറിനെ അവിടെ നിന്ന് ഓടിച്ചു വിടാണ്. അവന്റെ അച്ഛന് പേടിണ്ടായിരുന്നത് തങ്കത്തിന് വേണ്ടി പെണ്ണ് ആലോചിക്കുമ്പോൾ എല്ലാവരും ഈ കഥ പറഞ്ഞിട്ട് അവന്റെ കല്യാണം മുടങ്ങി പോകുന്നതായിരുന്നു. ഇപ്പൊ അച്ഛനെ പേടിച്ചുകൊണ്ട് തങ്കം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിന് സത്താറിനോട് അവർ സ്ഥിരം മീറ്റ് ചെയ്യാറുള്ള സ്ഥലത്ത് വരാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്താറും ആ ഒരു സ്ഥലത്തേക്ക് തങ്കത്തിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു സഞ്ചി ഉണ്ടാവും. നീ എന്തിനാ എപ്പോഴും ഈ സഞ്ചിയും പിടിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞ് തങ്ക അത് വാങ്ങാനായിട്ട് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ അത് തട്ടിപ്പോവാണ്. അതിൽ കുറെ ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഐറ്റംസും 15,000 രൂപയുടെ ഒരു കെട്ട് പൈസയാണ് ഉണ്ടായിരുന്നത്. എന്തിനാണ് നീ ഇത്രയും പൈസ ഇവിടെ വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനിങ്ങനെ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടി വെക്കുന്നതാ. ഇപ്പൊ 15,000 ആയി. ഇനി 3,000 രൂപ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സിറ്റിയിൽ പോയി പെണ്ണാവാനുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറയാണ്. എന്നാ തങ്കം പറയാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുമാതിരി എന്നോട് വർത്താനം പറയരുതെന്ന്. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എടുത്ത് സത്താറിന് കൊടുക്കുന്നുണ്ട്. ലെറ്ററിൽ എന്താന്ന് നോക്കിയാല് ഐ ലവ് യു എന്ന് എഴുതിയിട്ടായിരുന്നു. സത്താറും വിചാരിക്കാണ് തങ്കത്തിന് തന്നോടുള്ള ഇഷ്ടം അവൻ പ്രകടിപ്പിച്ചതാണെന്ന്. അവൻ അങ്ങനെ നാണം കുണിങ്ങി നിൽക്കുന്ന സമയത്ത് ഇത് നിന്റെ അനിയത്തിക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് തങ്കം പറയുന്നുണ്ട്. അത് കേട്ടതും സത്താർ ആകെ ഷോക്കാവാണ്. അനിയത്തിക്കോ? അപ്പൊ എന്റെ കാര്യമെന്ന് അവൻ ചോദിക്കാണ്. തങ്ക അപ്പോ നീ വെറുതെ തമാശ കളിക്കല്ലേ, നീ മാത്രമാണ് എന്റെ ഒരേ ഒരു പ്രതീക്ഷ. നീ പോയി അവളോട് പറയണം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിറ്റി പോയി പഠിച്ചത് തന്നെയെന്ന്. ഇത് കേട്ട സത്താറോ ആകെ തകർന്നു പോവാണ്. കാരണം ഇത്രയും വർഷം അവന്റെ മനസ്സിൽ മുഴുവൻ തങ്കായിരുന്നു. അവൻ തന്നോട് എടുത്തു പെരുമാറിയപ്പോ അവൻക്കൊന്നും തന്നെ ഇഷ്ടമാണെന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷെ തന്റെ അനിയത്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് തന്നോട് കൂട്ടുകൂടിയെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. നീയോ എന്നെ ചതിക്കായിരുന്നു അല്ലേ, നിനക്കും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയ എല്ലാരെ പോലെ തന്നെയാണ് നീയൊന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ഞാൻ കൊടുക്കില്ല, ഞാൻ നിന്നെ സഹായിക്കില്ല എന്ന് ദേഷ്യത്തോടു കൂടി സത്താർ പറഞ്ഞപ്പോ, ഓ എന്നാ ശരി, നീ ഒന്നും ചെയ്യണ്ട, അവൾക്ക് വേണ്ടി ഒന്നല്ല ഞാൻ നിന്നോട് ഫ്രണ്ട് ആയത്. 6 വയസ്സ് തൊട്ട് നമ്മ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവള് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ, നീ ഇനി ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണ്ടെന്ന് പറഞ്ഞ് തങ്കം പിടങ്ങാണ്. അത് കണ്ട സത്താറിന് വിഷമമായോണ്ട് ആ കത്ത് വാങ്ങിയിട്ട് ശരി ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. സത്താർ പിന്തിരിഞ്ഞ് ആ കത്തും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവൻ കരയുന്നുണ്ടായിരുന്നു. മുന്നിലുണ്ടായിരുന്ന തങ്കം ഇത് കണ്ടിരുന്നില്ല. അവനാന്ന് വെച്ചാൽ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, വേഗം തന്നെ അവൾക്ക് ആ ഒരു കത്ത് കൊടുക്കണം. എന്നിട്ട് സുഹർ എന്താണ് പറയുന്നതെന്ന് എന്നോട് വന്ന് പറയണം, നാളെ തന്നെ പറയില്ലേന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്താറും കരയുന്നുണ്ടെങ്കിലും ആ
ഞാൻ പറയാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അന്ന് രാത്രി പെങ്ങന്മാരുടെ കൂടെയാണ് സത്താർ കിടന്നുറങ്ങുന്നത്. അത് കണ്ട അവന്റെ വാപ്പയാണെന്ന് വെച്ചാൽ നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺപിള്ളേരുടെ ഇടയിൽ കയറി കിടക്കരുതെന്ന്. മര്യാദക്ക് പുറത്തിറങ്ങി കിടക്കാനായിട്ട് പറയാണ്. അവനെ ഒരു ദയയില്ലാതെ വാപ്പ ചവിട്ടും കുത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുവന്ന ഉമ്മാണെന്ന് വെച്ചാല് വാപ്പയെ മാറ്റി നിർത്തിക്കൊണ്ട് അവനക്ക് ഇരുട്ട് പേടിയാണെന്ന് അറിയില്ലേ, എന്തിനാ അവനെ വെറുതെ പുറത്ത് കിടക്കാനായിട്ട് നിർബന്ധിക്കുന്നത്. പാവം ഇന്നാളെന്നെ പുറത്ത് കിടത്തിയിട്ട് അവനക്ക് ഇരുട്ട് പേടിയായോണ്ട് യൂറിൻ പാസ് ചെയ്ത് എല്ലാവരും നമ്മളെ നോക്കിയാണ് കളിയാക്കി ചിരിച്ചേർന്നത്. അതൊക്കെ വേണോ, നിങ്ങൾ പോയി പുറത്ത് കിടക്കുക, അവൻ ഇവിടെ കിടന്നോളും എന്ന് പറയാണ്. ഉമ്മ അവനക്ക് കുറച്ച് സപ്പോർട്ടായിരുന്നു. ഇപ്പൊ തങ്കം കൊടുത്ത ആ ഒരു ലെറ്റർ വായിച്ച് സത്താർ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അടുത്ത് കിടക്കുന്ന തങ്കത്തിന്റെ സ്നേഹിതയായിട്ടുള്ള അവന്റെ അനിയത്തി സുഹറയെ നോക്കിയിട്ട് വെറുതെ അല്ല അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉറങ്ങുമ്പോ പോലീസ് ചെയ്താൻ എന്ത് ഭംഗിയാ എന്ന് പറയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സുഹറനോട് സത്താർ ചോദിക്കാണ്, നിനക്ക് തങ്കത്തിനറിയോ കടയിലൊക്കെ ഉള്ള എന്റെ ഫ്രണ്ടിനെ എന്ന് ചോദിക്കാണ്. അത് കേൾക്കേണ്ട താമസം സുഹറ എന്ന് വെച്ചാൽ ഉറക്കത്തിനിടയിൽ കണ്ണ് തുറന്നുകൊണ്ട്, അല്ല നീ എന്തിപ്പോ അത് ചോദിക്കുന്നത്, അവനറിയാണ്ടിരിക്കോ, ഈ നാട്ടിലെ ഏറ്റവും ഭംഗി അവനെയാണ്, ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് അവനല്ലേ, അവൻ എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കാണ്. എന്നാ ദേഷ്യം വന്ന സത്താറാണെന്ന് വെച്ചാൽ നിന്നെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല, അതിന് മാത്രം എന്ത് ചോദിക്കാനിരിക്കുന്നത്, കിടന്നുറങ്ങിടിന്നും പറഞ്ഞ് അവള് ചീത്ത പറഞ്ഞിട്ട് പുതപ്പിന്റെ ഇടയ്ക്ക് പോയി ഇരുന്ന് കരയാണ്. പിറ്റേ ദിവസം ഈ സത്താറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് തങ്കനിയത്തി എന്ത് പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാ സത്താർ തങ്കത്തിനെ കണ്ടതോടെ നിന്ന് ഓടിപ്പോവാണ്. എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് സത്താറിനെ തങ്കം പിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ ലെറ്റർ കൊടുത്തു, സാർ എന്താ മറുപടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ സത്താർ നോണ പറയാണ്. അവൻ പറയാണ്, ഞാൻ ലെറ്റർ കൊടുത്തു, പക്ഷെ എന്താണെന്ന് അറിയില്ല, ആ ലെറ്റർ കിട്ടിയ പാടാ അവൾ അങ്ങനെ തന്നെ വലിച്ചു കീറി കളഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട തങ്കത്തിനും ഭയങ്കരമായിട്ട് സങ്കടം തോന്നാണ്. അവൻ ഇത്രയും ദൂരെ പോയി പഠിച്ച് നല്ലൊരു ലെവലിലായത് തന്നെ സുഹറനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് നാട് വിടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അവനൊരു ഹിന്ദു, അവളൊരു മുസ്ലിം ആയിരുന്നു. അവരുടെ വീട്ടുകാർ എന്തായാലും അവരുടെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അവനക്കറിയായിരുന്നു. അവൻ അവിടെ നിന്ന് കരയുന്നത് കണ്ട സത്താറിനും ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. നാളെ ഇതുവരെ തങ്ക ഇങ്ങനെ കരയുന്നത് സത്താർ കണ്ടിട്ടേ ഇല്ലായിരുന്നു. തങ്ക നീ കരയാണോ, നീ എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞ് സത്താറും അപ്പൊ വെപ്രാളപ്പെടുന്നുണ്ട്. എന്നാ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ തിയേറ്ററിൽ ഭയങ്കര ഷോക്കായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് തങ്കം. പെട്ടെന്ന് തന്നെ ഒരു പർദ്ദയിട്ട പെണ്ണുമായിട്ട് സത്താർ അവിടേക്ക് എത്തുന്നുണ്ട്. ടോർച്ചടിച്ച് അവളുടെ മുഖം കാട്ടി കൊടുക്കുമ്പോഴാണ് തങ്കത്തിന് മനസ്സിലാവുന്നത് അത് താൻ സ്നേഹിക്കുന്ന പെണ്ണ് സുഹറയാണെന്നുള്ള കാര്യം. അവളെ അവിടെ ഇരുത്തിക്കൊണ്ട് താൻ മാറി നിൽക്കുന്നുണ്ട്. അവരും സന്തോഷത്തോടുകൂടി സിനിമ കാണാണ്. അവര് രണ്ടുപേരും അങ്ങനെ സെറ്റ് ആവാണ്. ഇതേ സമയം തങ്കം തിരിഞ്ഞ് സത്താറിനെ നോക്കുന്നുണ്ട്. അവനക്ക് അവന്റെ ഫ്രണ്ടിനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇവരുടെ ലവിന് സപ്പോർട്ടായി നിൽക്കുന്നത് സത്താറാണ്. ഇവരെവിടെ പോയാലും കൂടെ പോകുന്നത് സത്താറാണ്. തങ്ക സുഹറക്ക് ഒരു സാരി വാങ്ങി കൊടുക്കുന്നുണ്ട്. അത് അവള് വീട്ടിൽ വെച്ച് നോക്കുന്ന സമയം അവളുടെ വാപ്പ അത് കാണാൻ എനിക്ക് ഇതാര വാങ്ങി തന്നേന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞോണ്ടിരിക്കുമ്പോ ഓടി വന്ന തങ്കം ആ ഒരു കുറ്റം ഏറ്റെടുക്കാണ്. ആരുമില്ലാത്തപ്പോ ഞാൻ കെട്ടി നോക്കാന്ന് വെച്ച് വാങ്ങിയതാണ്, അതാണ് അവൾ എടുത്തേ എന്ന് അവൻ പറയാണ്. അതുകൊണ്ട് തന്നെ സത്താറിന് അവന്റെ വാപ്പാടെ കയ്യിൽ നിന്ന് ഒരുപാട് അടിയും കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും സിനിമയും കണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാണെന്ന് വിചാരിച്ചാല് ഒരു ദിവസം തങ്കത്തിന്റെ അച്ഛൻ തിയേറ്ററിലേക്ക് വന്ന് സുഹറനെയും കാണുന്നുണ്ട്. ഇത് അവളുടെ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. അവളുടെ വാപ്പ അവളെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. മുഖെല്ലാം പൊട്ടി ചോര വരുന്ന നിലയിലാക്കിയേക്കാണ്. ഓടി വന്ന സത്താർ സുഹറനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തിനാ ആ ഒരു പൊട്ടനെ തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം, മര്യാദക്ക് വിട്ട് വാപ്പ പറയുന്ന ആളെ കല്യാണം കഴിച്ച് മര്യാദക്ക് ജീവിക്കാൻ പറയാണ്. അല്ല സുഹറ, അപ്പോ എനിക്ക് എന്തൊക്കെ വന്നാലും ശരി ആ ഒരു പൊട്ടനെ തന്നെ മതി, വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറയാണ്. കേട്ട സത്താറും തങ്കവും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പെണ്ണെ ഇവിടെ ഇരുന്ന് കരയാതെ, അവൻ അവിടെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾ ബാംഗ്ലൂർക്ക് പോകാണെന്ന് പറയാണ്. സുഹറനെയും കൊണ്ട് തങ്കത്തിന്റെ അടുത്തേക്ക് സത്താർ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് സത്താറിന് തങ്ക ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു ലിപ്സ്റ്റിക്. ഇനി നീ മുറുക്കാൻ പാടില്ല, എന്റെ ചുണ്ട് ചോക്കാനായിട്ട് ഈ ലിപ്സ്റ്റിക് തേച്ചാൽ മതി എന്ന് അവൻ പറയാണ്. ഇപ്പൊ തങ്കത്തിന് അവനെ പിരിയാൻ വിഷമുള്ളതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ കൂടെ വാന്ന് പറയാണ്. എന്നാ സത്താർ അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാല് നിങ്ങൾക്ക് എവിടെയും താമസിക്കാൻ സ്ഥലം കിട്ടൂല, എന്നെ പോലത്തെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളും വളരെ ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. തങ്കം സത്താറിനെ ഭയങ്കര ആത്മാർത്ഥത്തോടുകൂടി തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സത്താറിനും സങ്കടം വരാണ്. അവന് ഒരുപാട് കരയാണ്. എന്നെ ഇതുവരെ ഒരാൾ തൊട്ടിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ മോശം ഉദ്ദേശത്തില്, എല്ലാന്നുണ്ടെങ്കിൽ എന്നെ കാണുമ്പോഴത്തേനും അറപ്പോടുകൂടി മാറ്റുന്ന ആൾക്കാർ, നീ മാത്രം എന്നെ ഇത്രയും സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. ഇപ്പൊ സമയം വൈകുന്നോണ്ട് തന്നെ തങ്കവും കാറിൽ കയറി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അടുത്തുണ്ടായിരുന്ന സുഹറ സത്താർ തന്നതാണെന്ന് പറഞ്ഞ് തങ്കത്തിന്റെ കയ്യിൽ ഒരു പൊതി കൊടുക്കാണ്. ആ കെട്ടഴിക്കുമ്പോഴാണ് തങ്കത്തിന് മനസ്സിലാവുന്നത് അത് ആ ഒരു 15,000 രൂപയുടെ കെട്ടായിരുന്നു അവന് ഓപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചത്. ഇത് കണ്ട തങ്കവും ഇല്ല ഇത് അവനക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, അത് അവന്റെ ഓപ്പറേഷന് വേണ്ടി അവന് മാറ്റിവെച്ചതാണ്, വണ്ടി തിരിക്കാനായിട്ട് പറയാണ്. പക്ഷെ ഇനി വണ്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ എന്തായാലും പിടിക്കും, അതൊന്നും ശരിയാവില്ല എന്ന് ഡ്രൈവറും പറയുന്നുണ്ട്. സുഹറയും ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട, നമുക്കിപ്പൊ ഇതും കൊണ്ട് പോകാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ അവനക്ക് ആ ഒരു പൈസ തിരിച്ചു കൊടുക്കാന്ന് പറയാണ്. സത്താറ് അവര് പോകുന്ന കാറ് നോക്കി കരഞ്ഞോണ്ട് തിരിച്ചു പോവാണ്. ഇപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് സുഹറക്കും തങ്കത്തിനും
തങ്കത്തിനും ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാരുടെ പ്രശ്നങ്ങളും മാറാണ്. അവര് രണ്ടുപേരും ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു വരാണ്. അവന്റെ വെല്ലിച്ചനാണ് തങ്കത്തിനെ വിളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. തങ്കം വെല്ലിച്ചനോട് സത്താർ എന്തേ അവന്റെ കത്താകെ ഒരു വട്ടം മാത്രം വന്നുള്ളൂ, പിന്നീട് അവന്റെ കത്തൊന്നും വന്നില്ല, ഞാൻ അവനെ കുറിച്ച് അന്വേഷിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോ എന്തിനാ വൃത്തികെട്ടവനെ കുറിച്ച് ഇപ്പൊ പറയുന്നേന്ന് അത്രയും മോശമായിട്ട് സത്താറിനെ കുറിച്ച് ആ ഒരു വെല്ലിച്ചൻ പറയാണ്. അത് കേട്ട് ദേഷ്യം വന്ന തങ്കവും ഹലോ അവനെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ നിൽക്കണ്ട, അവനിപ്പോ എന്റെ അളിയനാ, അത് ആലോചിച്ചോളാൻ പറയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ സത്താർ കത്തഴക്കാത്തേ എന്നുള്ള കാര്യം ആ ഒരാള് പറയാണ്. തങ്കം പോയി കഴിഞ്ഞതിന് ശേഷം അനിയത്തിയുടെ പ്രണയത്തിന് സപ്പോർട്ട് നിന്നത് സത്താറാണെന്ന് അവന്റെ വാപ്പാക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ റേഷൻ കാർഡ് അവന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അതന്നെയായിരുന്നു അവന്റെ വരുമാന മാർഗം. ആ കാർഡുകളെല്ലാം റേഷൻ കടത്തെ ഓണറായ ആള് തിരിച്ചു വാങ്ങുന്നുണ്ട്. ഇനി ഇവനെ ഈ വഴിക്ക് വരരുതെന്നും പറയാണ്. അതോടുകൂടി അവന്റെ വരുമാനവും മുട്ടുന്നുണ്ട്. ഒരു നാട്ടിൽ ആരും തന്നെ അവനക്ക് ഒരു തരി ഫുഡ് കൊടുക്കേ സാധനങ്ങൾ കൊടുക്കേ ജോലി കൊടുക്കേ ഒന്നും ചെയ്തില്ല. ഒരുപാട് ദിവസം അവൻ പട്ടിണി കിടന്നു. ഇരുട്ട് പേടിയുള്ള അവന് മലയുടെ മുകളിലും പുഴയുടെ അരികിലൊക്കെ കിടക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അവന് ശല്യം ചെയ്യാറുള്ള ആ ഒരു 4 ആണുങ്ങൾ ഒരു രാത്രി അവനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യാണ്. പേടിച്ചോടിയ അവനും എല്ലാ വീട്ടിലും കഥക് തട്ടുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കഥക് തുറക്കുന്നേ ഇല്ല. അവസാനം അവൻ തങ്കത്തിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി പ്ലീസ് ഒന്ന് കഥക് തുറക്കാൻ എനിക്ക് പേടിയാവുന്നു എന്ന് പറയാണ്. പക്ഷെ തങ്കത്തിന്റെ അച്ഛൻ തങ്ക എവിടാണെന്ന് പറഞ്ഞു തന്നാല് കഥക് തുറക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ തന്റെ തങ്കത്തെ ചതിക്കാനായിട്ട് സത്താറിന് ഒട്ടും തന്നെ മനസ്സുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. ആ 4 പേര് വീണ്ടും അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ വാതിലിൽ മുട്ടി അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ വാപ്പാനോട് വാതിൽ തുറക്കാനായിട്ട് പറയുന്നുണ്ട്. തനിക്ക് ഇരുട്ട് പേടിയാണെന്നും ഞാനിപ്പോ മരിച്ചു പോകുന്നും വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ മരിച്ചാലും ശരി കഥക് തുറക്കില്ല എന്ന് പറഞ്ഞ് വാപ്പ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവാണ്. ഉമ്മാനോടും പെങ്ങന്മാരോടും കഥക് തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്കും എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയാണ്. പേടിയായോണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് കരഞ്ഞ് അതിൽ തുറക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. ആ 4 പേര് ഇപ്പൊ അവന്റെ അടുത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ അനിയത്തി ഒരാൾ വന്നിട്ട് ഇവന്റെ കരച്ചിൽ കേട്ട് കഥക് തുറക്കാനായിട്ട് നോക്കുമ്പോ ഉമ്മ അതിനെ തടയുന്നുണ്ട്. ഉമ്മ സത്താറിനോട് പറയാണ് നീ എവിടെയെങ്കിലും പോയി ഒന്ന് ചാവ്, നീ ചത്തിട്ടുണ്ടെങ്കിൽ നിന്റെ പെങ്ങന്മാർക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടും. നിന്നെ പോലത്തെ ഒരാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നിന്റെ പെങ്ങന്മാരുടെ ഭാവിയാണ് പോകുന്നത്, പ്ലീസ് നീ ഒന്ന് പോയി ചാവാനായിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇത് സത്താറിന് ഒരുപാട് തളർത്താണ്. അവന് വിഷമം കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. തന്റെ ഉമ്മ തന്നെയാണ് തന്നോട് ആ ഒരു വർത്താനം പറഞ്ഞത്. അവൻ അങ്ങനെ ആ 4 പേരും കൂടി ചേർന്ന് കൊല്ലാണ്. ഇത് കേട്ട തങ്കവും സത്താറിന്റെ അനിയത്തി സുഹറയും ആകെ സങ്കടപ്പെടാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാണ്. ഇപ്പൊ അവരുടെ നാട്ടിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഇവര് വരുന്നത് ആ ഒരു നാട്ടുകാർ ഫുള്ളും വലിയ ആഘോഷമായി എടുത്തേക്കാണ്. ശരവണന്റെ അച്ഛനും അമ്മയും സുഹറയുടെ ഉമ്മയും വാപ്പയും എല്ലാവരും ഇവരോട് ഇറങ്ങാനായി ആവശ്യപ്പെടാണ്. എന്നാ ആ ഒരു പാവത്തിനെ കൊന്നുകളഞ്ഞ് ഈ നാട്ടിൽ ഇനി കാല് കുത്തില്ലെന്നും നിങ്ങളെപ്പോലുള്ളവരെ എനിക്ക് കാണണ്ടെന്നും തങ്കം പറയാണ്. സുഹറനോടെങ്കിലും പുറത്തിറങ്ങാനായിട്ട് അവളുടെ ഉമ്മ പറയുമ്പോ ഇല്ല എന്റെ മോനിനി ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവരെയും കൊല്ലും, ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറയാണ്. ആ ഒരു നാട്ടുകാർ മുഴുവൻ തങ്കത്തിന്റെയും സുഹറയുടെയും പിന്നാലെ പോയി ഇറങ്ങാനായി ആവശ്യപ്പെടാണ്. അവനും ചെവിട് പൊത്തി മനസ്സ് മുഴുവൻ സത്താറിനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. അവര് നേരെ പോകുന്നത് തങ്കവും സത്താറും എപ്പോഴും മീറ്റ് ചെയ്യാറുള്ള ആ ഒരു പുഴ അരികിലേക്കാണ്. ആ ഒരു പാറക്കല്ല് മുഴുവൻ അവന് തങ്കത്തിന്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവൻക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സന്തോഷവും അവന്റെ മനസ്സ് മുഴുവൻ തങ്കമായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട തങ്കത്തിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവൻ അവിടെ നിന്ന് കരയാണ്. സത്താറിന്റെ കയ്യിലെ എപ്പോഴും ഉണ്ടാവാറുള്ള ആ ഒരു സഞ്ചി തങ്ക എടുത്തു നോക്കുന്നുണ്ട്. ആ ഒരു സഞ്ചിക്കുള്ളില് അവൻ നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്നത് തങ്കത്തിന്റെയും സത്താറിന്റെയും ഒരു ഫോട്ടോ ആയിരുന്നു. അവരുടെ ചെറുപ്പത്തിലെയും വലുപ്പത്തിലുള്ള ഒരു ഫോട്ടോ. മരിച്ചപ്പോ പോലും അവൻ അത് നശിപ്പിക്കാതെ സേഫായി ഒരിടത്ത് വെച്ചേക്കാണ്. അതുപോലെ തന്നെ തങ്കം ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ലിപ്സ്റ്റിക്കും അവൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇതില് സത്താറിന്റെ പ്രണയം ഭയങ്കര ട്രൂ ആയിരുന്നു. അവൻ അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് തങ്കത്തിനെ സ്നേഹിച്ചിരുന്നത്. ഡയറക്റ്റ് ആ സിനിമയിൽ ആ സീനൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. പാവൈ കഥകൾ എന്ന് പറഞ്ഞ സീരീസിന്റെ ഫസ്റ്റോ സെക്കൻഡോ എപ്പിസോഡാണിത്. മാക്സിമം എല്ലാവരും പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്